ഹലോ മൈ ഗൈസ്, വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്കൂൾ ഡേ ബിസി ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ യൂണിഫോം. ഞങ്ങൾക്ക് 3 കോൺ സ്കാർഫാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ബ്ലർ ചെയ്തത് എനിക്ക് ആ ഫേസ് എന്തോ പോലെ തോന്നിയിട്ടാണ്. ഇന്ന് ഞാൻ സൈഡ് ബാഗാണ് എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് എക്സാമാണ്, കുറച്ച് നേരം ക്ലാസ് ഉള്ളൂ. ഇന്ന് IT എക്സാമാണ്. അപ്പം ഞാൻ വേഗം സ്കൂളിൽ പോയിട്ട് വരുന്നത്. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉമ്മ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ പോയ കോലത്തിലൊന്നും ആയിരിക്കില്ല തിരിച്ചു വരുന്നത്, സ്കാർഫൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഷൂസ് ഉണ്ടായിരുന്നു, അത് ഫുള്ള് കച്ചറ പിടിച്ചിരുന്നു. അത് ഞാൻ ഒന്ന് തേച്ച് കഴുകി. അതിന് ശേഷം ഞാനൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പോൾ റെയ്ഹാനും മർഹയും കൂടിയിട്ട് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ഫുട്ബോൾ. പിന്നെ അവരവിടെ കുറച്ച് നേരം ഒന്ന് കളിച്ചു. പിന്നെ കിച്ചണിൽ നല്ല മണം അടിച്ചിട്ട് അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇന്ന് ചായക്കടയായിട്ട് ഉള്ളിവടയും കായ്പോളയും ഉള്ളതെന്ന് മനസ്സിലായി. അന്നേരം ഉമ്മ പറഞ്ഞ് വേഗം പോയി പഠിച്ചു. ഇന്ന് 10 ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ. ഇംഗ്ലീഷാണ് നാളെ എക്സാം. ഞാനാണെങ്കിൽ ഒന്നും തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സ്ഥിര സ്പോട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനായിരുന്നു. എനിക്ക് ഇങ്ങനെ ആളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ ബാൽക്കണിയാണ് അധികം ഇരിക്കാറ്. ബാൽക്കണി ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷ് എക്സാം ആയതുകൊണ്ട് തന്നെ കുറേ ചാപ്റ്റർ ഉണ്ടായിരുന്നു, 10 ചാപ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ഈസിയാണ്, അതുകൊണ്ട് എനിക്ക് വേഗം പഠിക്കാൻ പറ്റും. ഞാൻ വേഗം മനപ്പാഠം പഠിക്കലാണ്. എനിക്ക് നാളത്തെ എക്സാമിനെയും കാട്ടും മറ്റന്നാളത്തെ എക്സാമിനെ പറ്റിയായിരുന്നു ടെൻഷൻ. മറ്റന്നാൾ മലയാളമായിരുന്നു, എനിക്ക് തീരെ അറിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. മഴൻ്റെ ഇടീൻ്റെ സൗണ്ട് കാരണം ഞാൻ വേഗം ബാൽക്കണിയിൽ നിന്ന് താഴെ വിട്ടു. എനിക്കാണെങ്കിൽ ഇടീൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ്. പിന്നെ ഹൈസ് മഴ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ടൊക്കെ പോയി. പിന്നെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ് ഫുള്ള് വീഡിയോ എടുത്തത്. എമർജൻസി ലൈറ്റ് ഇട്ടിട്ടായിരുന്നു നോമ്പൊക്കെ തുറന്നത്. ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ കായ്പോളയും പരിപ്പുവടയും പിന്നെ മുഹമ്മദ് ഖാ സർബത്തും പത്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ എമർജൻസി ലൈറ്റൊക്കെ ഇട്ടാണ് നോമ്പ് തുറന്നത്. അതിന് ശേഷം എനിക്ക് കുറേ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എമർജൻസി ലൈറ്റിൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് പഠിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി നാളെ രാവിലെ ഇരുന്ന് പഠിക്കാം. പിന്നെ ഞങ്ങൾ നാസ്ത കഴിച്ചു. ഞങ്ങൾക്ക് നൂൽപുട്ടും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോറും ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.